ഓശാന ഞായർ, വിശുദ്ധ വാരത്തിൻ്റെ ആരംഭം. ഈ ഓശാന ഞായർ നമ്മെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് റോമൻ ഗവൺമെന്റിന്റെ അടിമത്തത്തിന് കീഴിൽ ദുരിതത്തിൽ കഴിഞ്ഞിരുന്ന യഹൂദജനം തങ്ങളെ രക്ഷിക്കുവാൻ ഒരു വിമോചകനെ അവർ പ്രതീക്ഷിച്ചിരുന്നു. അവർ യേശുവിനെ കണ്ട് വിളിച്ചു പറയുന്നു, ഓശാന. ഓശാന എന്ന വാക്കിനർത്ഥം കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ, ദുരിതത്തിൽ നിന്ന്, പീഡനങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്ന ജനം. പ്രിയമുള്ളവരെ, ഈ ഓശാന തിരുനാളിലേക്ക് പ്രവേശിക്കുന്ന നമുക്കും നിലവിളിച്ച് പ്രാർത്ഥിക്കാം. ലോകത്തിനു വേണ്ടി, ലോക സമാധാനത്തിനു വേണ്ടി, യുദ്ധങ്ങൾ ഒഴിവാക്കപ്പെടുന്നതിനു വേണ്ടി. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട്, ഓശാന ഞായറാഴ്ച വളരെ നല്ല സ്വീകരണമാണ് ഈശോയ്ക്ക് ലഭിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും ദുഃഖവെള്ളിയിലേക്കുള്ള ദൂരം വെറും 5 ദിവസമാണ്. ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. വിജയിച്ചവന് മുന്നിൽ സ്വീകരണമൊരുക്കുവാൻ, ആർപ്പു വിളിക്കുവാൻ നിരവധി പേരുണ്ട്. അടുത്തിടെ T20 വേൾഡ് കപ്പിൽ സഞ്ജു സാംസൺ 6 അടിച്ചുകൂട്ടിയപ്പോൾ മുൻകാലങ്ങളിൽ അദ്ദേഹത്തെ പുച്ഛിച്ചവർ പോലും അദ്ദേഹത്തെ പ്രകീർത്തിച്ചത് കാലങ്ങൾ പിന്നിടുമ്പോഴും വിജയിച്ചവന് സ്തുതി പാടുന്ന സമൂഹത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ്. എന്നാൽ പരാജയപ്പെട്ടവനെ സ്വീകരിക്കുവാനും ഒന്ന് വിയർപ്പ് തുടച്ചു കൊടുക്കുവാനും ഒരു കൈത്താങ്ങാകുവാനും നിനക്കും എനിക്കും സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദേവാലയത്തിൽ നിന്നും കച്ചവടക്കാരെയും നാണയമാറ്റക്കാരെയും ആട്ടിയോടിച്ച ഈശോയെ പോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും തിന്മയുടെ വ്യാപാരങ്ങളെ ആട്ടിയോടിക്കുവാൻ, വിജയത്തിലും പരാജയത്തിലും ഉയർച്ചയിലും താഴ്ചയിലും അവിടുത്തെ മുൻപിൽ അഭയം പ്രാപിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഏറ്റവും ഭക്തിയോടെ, ഒരുക്കത്തോടെ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.